ചരിത്രപ്രസിദ്ധമായ ബാത്തു കേവിലേക്ക് പ്രവേശിക്കാം. ഏഷ്യയിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ ഒരു ഇടത്തിലാണ് നമ്മളുള്ളത്. ബാത്തു കേവ് വളരെ പ്രധാനപ്പെട്ട ഈ പാറയ്ക്കകത്തൂടെയുള്ള വലിയൊരു കേവാണ്. മലേഷ്യയിലെ ഹൈന്ദവ വിശ്വാസികളുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രവും ടൂറിസ്റ്റുകളുടെ ഏറ്റവും ഇഷ്ടപ്രദേശവുമാണ് ബാത്തു കേവ്. ലോർഡ് മുരുകനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. 42.7 മീറ്റർ ആകൃതിയുള്ള ഉയരമുള്ള ഈ പ്രതിഷ്ഠ ഏറെ ആകർഷണീയമാണ്. ചെങ്കുത്തായ സ്റ്റെപ്പുകളിലൂടെ നല്ല ഉത്സാഹത്തോടു കൂടിയാണ് യാത്രക്കാർ ഇവിടേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത്. കേവിനകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. $270 സ്റ്റെപ്പുകൾ നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ പ്രധാന ക്ഷേത്രാങ്കണത്തിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും സവിശേഷമായ രീതിയിലാണ് ഈ പൗരാണിക സാംസ്കാരിക കേന്ദ്രത്തെ സംരക്ഷിച്ചിരിക്കുന്നത്. ഒരു വർഷം 10 ലക്ഷത്തിലധികം തീർത്ഥാടകരും സന്ദർശകരും മനോഹരമായ ഈ കേന്ദ്രത്തെ സന്ദർശിക്കാനായി ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് കോലാലംപൂരിൽ എത്തിച്ചേരും. കോലാലംപൂർ സിറ്റിയിൽ നിന്ന് ചെറിയ അകലത്തിൽ മാത്രമാണ് ബാത്തു കേവ് നിലകൊള്ളുന്നത്. കേവിനടുത്തുവരെ ഒരു 200 മീറ്റർ അരികിൽ വരെ നമുക്ക് റെയിൽവേ സംവിധാനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രാവുകളും അതുപോലെ തന്നെ ഇതര ജീവികളുമൊക്കെ തന്നെ ഇതിൻ്റെ പൊത്തുകളിലും മാളങ്ങളിലുമൊക്കെ പാർക്കുന്നുണ്ട്. കുരങ്ങന്മാരെയും നമുക്ക് വഴിയിൽ അതുപോലെ തന്നെ സ്റ്റെപ്പുകളിലൊക്കെ കാണാൻ കഴിയും. വിവിധ ആരാധനാമൂർത്തികളെയും അനുബന്ധമായി കേവിൻ്റെ വിവിധ കോണുകളിലായി മനോഹരമായി സംവിധാനിച്ചിരിക്കുന്നു. ചരിത്ര വിദ്യാർത്ഥികൾക്കും പ്രകൃതി നിരീക്ഷകർക്കും സാംസ്കാരിക സൗധങ്ങളെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും മികച്ച കാഴ്ചാനുഭവവും ദൃശ്യാനുഭവവും ബാത്തു കേവ് സമ്മാനിക്കും തീർച്ച. ബാത്തു കേവിൻ്റെ ടോപ്പിലാണ് നമ്മളുള്ളത്. വ്യത്യസ്ത ആരാധനാമൂർത്തികളെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. വളരെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെയുള്ള ഈ കേവ് ഒരു ക്ഷേത്രാങ്കണം പോലെ രൂപപ്പെടുത്തിയിരിക്കുകയാണ്. ചൈനയിൽ നിന്നുള്ള ഒരു എൻ്റർപ്രണറെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾക്ക് വിപ്ലവത്തിന് ശേഷം ഇതുപോലുള്ള സാംസ്കാരിക പൈതൃകങ്ങളെല്ലാം നഷ്ടമായി പോയി എന്നാണ് ഇന്ത്യയിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വളരെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പാരമ്പര്യമുള്ള ഒരു വലിയ ഇടമാണിത്.